ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹനിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിയുടെ മനോഹരമായ വേദിയിൽ ജനാധിപത്യ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന വിഷയത്തെ കുറിച്ച് എനിക്കറിയാവുന്ന അല്പ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ പ്രശ്നത്തിൽ വ്യാപം കുറിക്കാം. നാഥൻ തൗഫീഖ് നൽകിയിരിക്കുമാറാകട്ടെ. ജനങ്ങൾ തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ജനാധിപത്യം. നൂറ്റാണ്ടിൽ ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യ സിദ്ധാന്തം ഒഴുകുന്നതെന്നും ഗ്രീക്ക് ചിന്തനും ചരിത്രകാരനുമായിട്ട് ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നതുമാണ് ചരിത്രം പറയുന്നത്. ഡെമോസ് അഥവാ ക്രിറ്റോസ് എന്നാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രാറ്റിക് ഉരുത്തിരിഞ്ഞത്. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ഭരണ വ്യവസ്ഥയാണ് ജനാധിപത്യം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശവും വിയോജിക്കാനും പ്രതിഷേധിക്കാനുമുള്ള സ്വതന്ത്രവുമാണ് ഏറ്റവും വലിയ സവിശേഷത. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകുന്നതും സാമൂഹിക നീതി പുലർത്തുന്നതുമാണ് ജനാധിപത്യം എന്ന സങ്കല്പം. പ്രിയമുള്ളവരെ, ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമായാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ചവറ്റുകുപ്പിയൊടുവിൽ രണ്ടായി ചെയ്തിട്ടായിരുന്നു വൈദേശിക രാജ്യത്ത് കടന്നുപോയത്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന, ആചാരം അനുഷ്ഠിക്കുന്ന, വ്യത്യസ്തമായ മതങ്ങൾ വിശ്വസിക്കുന്ന 36 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയെ ഒരൊറ്റ നൂലിൽ കൊണ്ട് സമാധാനപ്പെടുത്തുക എന്ന ദുഷ്കരമായ അവസ്ഥയിലായിരുന്നു രാജ്യം കടന്നുപോയത്. ഒടുവിൽ തർക്കങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായാണ് 1949 നവംബർ 26 രാജ്യത്തിനായി തയ്യാറാക്കിയ ബൃഹത്തായ ഭരണഘടനയും 1950 ജനുവരി 26 ജനാധിപത്യ റിപ്പബ്ലിക്കുമായി നിലവിൽ വന്നതും സ്വതന്ത്രയുടെ ചരിത്രത്തിൽ അധ്യായങ്ങളും അടിയന്തരാവസ്ഥ പോലുള്ള സംഭവിച്ചെങ്കിൽ രാജ്യം സമാധാന അന്തരീക്ഷത്തിലായിരുന്നു മുന്നോട്ട് കടന്നുപോയത്. എന്നാൽ സമീപകാലത്ത് ഇന്ത്യൻ ജനാധിപത്യം നിരന്തരമായി പരാജയപ്പെടുന്ന കാഴ്ചകൾ സജീവമാണ്. എക്കോണമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പുറത്തിറക്കിയ ഡെമോക്രസി ഇൻഡെക്സ് ജനാധിപത്യത്തെ വികലമായ ജനാധിപത്യം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. വിക്ടം ഡെമോക്രസി റിപ്പോർട്ടിന്റെ 2025 പതിപ്പിലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് അരങ്ങേറുന്ന പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ളത് തന്നെയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വളരെയധികം ഇന്ത്യയെ നല്ല രീതിയിൽ കഠിനത്തോടെ നല്ല രീതിയിൽ ഭരിക്കേണ്ടതാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്ത്യയെ വളരെയധികം ജനാധിപത്യത്തിന്റെ 4ാം തൂൺ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ രാജ്യത്ത് സ്വതന്ത്രമില്ലാതാവുകയാണ്. ഭരണകൂടത്തിന് നെറുകേടുകൾ പുറത്തെത്തിക്കുന്നവരെ 2 ദിവസം കഴിയുമ്പോഴേക്കും മറ്റു കള്ളക്കേസിൽ പിടിച്ചിട്ട് ജയിലടക്കപ്പെടുന്ന വിഷമകരമായ അവസ്ഥ. ജനാധിപത്യത്തിന്റെ മൂലക്കല്ലായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അവതാളത്തിലായതും ബ്രസീലുള്ളവർ വരെ ഇന്ത്യയിൽ വന്ന് വോട്ട് ചെയ്യുന്നത് നാം ഈ അടുത്താണ് അറിയുന്നത്. വ്യത്യസ്തമായ ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനോ ആചാരം അനുഷ്ഠിക്കാനോ സ്വതന്ത്രമില്ലാതെ മനുഷ്യന്റെ മാനസികാവസ്ഥകൾക്ക് അടിച്ചുറക്കുകയാണ് ഭരണാധികാരികൾ. പ്രിയമുള്ളവരെ, ഇതിനെ എതിർത്ത് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓരോ വോട്ടുകൾ ചെയ്യുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സംരക്ഷണമായിരിക്കണം. നാഥൻ തൗഫീഖ് നൽകിയിരിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.